ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോക്കർ വൈറസിനെ പറ്റിയാണ്. ജോക്കർ വൈറസിനെ പറ്റി നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. മലയാളത്തിൽ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഈ ഒരു ജോക്കർ വൈറസിനെ പറ്റി വന്നിട്ടുള്ളൂ. ഈ ജോക്കർ എന്ന് പറയുന്ന വൈറസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് ഈ ഒരു വൈറസ് ഇഞ്ചെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന കംപ്ലീറ്റ് പൈസയും വൈപ്പ് ഔട്ട് ആക്കി കളയാൻ ഈ ഒരു വൈറസിന് സാധിക്കും. ഈ ഒരു വൈറസിനെ പറ്റി നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഈ ജോക്കർ വൈറസ് ആദ്യമായിട്ട് അതിൻ്റെ ആക്ടിവിറ്റി കാണിക്കുന്നത് 2017 2017 ഏകദേശം 1700ഓളം ആപ്ലിക്കേഷൻസ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ഒരു വൈറസ് അറ്റാക്ക് കാരണം റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം 2020 സെപ്റ്റംബറിൽ ഏകദേശം 30ഓളം രാജ്യങ്ങളിൽ ഈ ഒരു ജോക്കർ വൈറസിൻ്റെ അറ്റാക്ക് നടന്നിട്ടുണ്ടെന്നൊരു റിപ്പോർട്ട് ഈ ഇടയ്ക്ക് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇപ്പോൾ കറൻ്റ്ലി കുറേ ആപ്ലിക്കേഷൻസ് റിമൂവ് ആയിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ക്യാം സ്കാനർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ലിസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഈ ഒരു ആപ്ലിക്കേഷൻസിലെല്ലാം തന്നെ ഈ ഒരു ജോക്കർ വൈറസിൻ്റെ പ്രസൻസ് കണ്ടെത്തിയിട്ടുള്ള ആപ്ലിക്കേഷൻസാണ്. ഇനി ഈ ഒരു ജോക്കർ വൈറസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ജോക്കർ വൈറസ് നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് ഇഞ്ചെക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഇഞ്ചെക്റ്റ് ആയ ശേഷം ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, പ്ലേ സ്റ്റോറിൽ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ചില ആപ്ലിക്കേഷൻസ് പെയ്ഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ചില ആപ്ലിക്കേഷൻസിൽ ചില ഫീച്ചേഴ്സ് നമുക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ പ്രീമിയം ഫീച്ചർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറേ ആപ്ലിക്കേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ പോയിട്ട് അതിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ ആപ്പ് പർച്ചേസ്, അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന പൈസ ഈ ഒരു ഹാക്കേഴ്സിനാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ ലൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. ഏകദേശം 5 ലക്ഷത്തോളം ഡിവൈസസിൽ ഈ ഒരു 2020 കാലഘട്ടത്തിൽ ഈ ഒരു വൈറസ് അറ്റാക്ക് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ നമ്മുടെ ചൈന, USA, അതേപോലെ തന്നെ ബ്രസീൽ, UAE അറ്റാക്ക് ഇപ്പോൾ നടന്നിട്ടുണ്ട്. വളരെ റീസെൻ്റായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ട് നമ്മളൊരു മലയാളിയായിട്ടുള്ള ഒരു പുള്ളിക്കാരനും ഇങ്ങനെ ഒരു വൈറസ് അറ്റാക്ക് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വൈറസ് അറ്റാക്കിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ വളരെ റീസെൻ്റായിട്ട് കണ്ട ഒരു കാര്യമാണ് ഈ ഒരു GB വാട്സപ്പും അതേപോലെ തന്നെ FB വാട്സപ്പ്, അങ്ങനെ കുറേ ടൈപ്പ് വാട്സപ്പ് ഉണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, GB വാട്സപ്പ് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഞാൻ വളരെ റീസെൻ്റായിട്ട് ഒരാളുടെ സ്മാർട്ട് ഫോണിൽ കണ്ടതാണ്. GB അല്ല, വേറെയും കുറേ ടൈപ്പ് വാട്സപ്പുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ക്രാക്കഡ് ആപ്ലിക്കേഷൻസ് ആണ്. ഇതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റിൽ നിന്നും അത് കോഡ് ചെയ്തിട്ട് മാറ്റിയിട്ട് എടുക്കുന്നതാണ്. അപ്പം ഈ ആപ്ലിക്കേഷൻസ് ഒന്നും സെക്യൂർ അല്ല. ഈ ഒരു ആപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്തെടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് കയറുന്നത് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒരു കാരണവശാലും യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സോഷ്യൽ മീഡിയാസിൻ്റെ ക്രാക്കഡ് വെർഷൻസ് ഒരു കാരണവശാലും യൂസ് ചെയ്യാതിരിക്കുക. ഈ GB വാട്സപ്പ്, യൂട്യൂബ് ആൻസർ എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. നമ്മുടെ യൂട്യൂബിൽ അഡ്വർടൈസ്മെൻറ്റ് കാണാതെ നമുക്ക് വീഡിയോസ് കാണാൻ പറ്റുന്നൊരു സംഭവം. അതൊന്നും ഒരു കാരണവശാലും യൂസ് ചെയ്യാതിരിക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻസിലാണ് ഈ ഒരു വൈറസ് ഡിറ്റക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കുക. അതിലൊന്നാമത് ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റിൻ്റെ ഒരു വെരിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നുള്ള ഒരു ആപ്ലിക്കേഷൻ മാത്രം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ മൈക്രോസോഫ്റ്റ്, അഡോബ് പോലുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ പ്രൊഡക്റ്റുകൾ കൂടുതലായിട്ടും പർച്ചേസ് ചെയ്യാൻ നോക്കുക. അതേപോലെ അതിൻ്റെ റിവ്യൂസ് നോക്കുക, ഡൗൺലോഡ്സ് നോക്കുക. അതൊക്കെ നോക്കിയ ശേഷം മാത്രം ഡൗൺലോഡ് ചെയ്യും. ഇനി അടുത്തുള്ളൊരു കാര്യമാണ് ഈ തേർഡ് പാർട്ടി ലിങ്ക്സ്. പലപ്പോഴും സോഷ്യൽ മീഡിയാസിലും അതേപോലെ നമുക്ക് മെസ്സേജുമായിട്ടൊക്കെ ലിങ്ക്സ് വരാറുണ്ട്. ഇപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് ആപ്പ് ഡൗൺലോഡ് ആയി പോകാറൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇന്ന പർച്ചേസസ് എപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോറും നമ്മുടെ ഗൂഗിളുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാവും. ആ പേയ്മെൻറ്റ് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാവരും ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അവിടെ പോയ ശേഷം നിങ്ങളുടെ എന്തെങ്കിലും കാർഡുകളോ കാര്യങ്ങളോ ഒക്കെ ഗൂഗിളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അൺലിങ്ക് ചെയ്തിട്ട്, അതേപോലെ നമ്മുടെ എല്ലാ സ്മാർട്ട് ഫോൺസിലും ഓപ്ഷൻ ഉണ്ട് ഈ ഡൗൺലോഡ് ഫ്രം അൺനോൺ സോഴ്സസ് എന്ന് പറയുന്നത്. ആ ഒരു സംഭവം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടാകും. അത് തീർച്ചയായിട്ടും ഓണാക്കിയിടുക. അത് ഓണാക്കിയിടുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷനോ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അവർ പറയും അൺനോൺ സോഴ്സ് ആണെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആപ്ലിക്കേഷൻസും ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കുറേ പെർമിഷൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ പെർമിഷൻസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാം അങ്ങ് അലോ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇപ്പം കോൺടാക്ട്സിന് മാത്രം ആക്സസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ കോൺടാക്ട്സ് മാത്രം അലോ ചെയ്ത് കൊടുത്താൽ മതി. അതിന് കേരള അലോ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം അലോ ചെയ്തിട്ട് ബാക്കിയെല്ലാം ഡിനേ ചെയ്ത് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം ജോക്കർ വൈറസിനെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ തരത്തിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.